എല്ലാവർക്കും നമസ്കാരം. ഇന്ന് +2 സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് നമ്മള്. അപ്പൊ അതിനു മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ചാനലിന്റെ പേരെന്താണ്, ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, DR വ്ലോഗ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു കാര്യം, ചാനലിന്റെ പേര് ആക്ച്വലി ധന്യ രജീവ് എന്നാണ്. പിന്നെ അപ്പൊ അതിന്റെ ഷോർട്ട് ആയിട്ടാണ് DR എന്ന് പറയുന്നത്. പക്ഷെ DR വ്ലോഗ്സ് അല്ല ചാനലിന്റെ പേര്. അപ്പോ അതൊരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ധന്യ രജീവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ കിട്ടുന്നതായിരിക്കും. അപ്പോ ആ കാര്യം ഒന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ചാനലിലൂടെയുള്ള മാത്സ് ക്ലാസ് നടക്കുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സുകളിലെ മാത്സ് ക്ലാസ്സുകളുണ്ട്. പിന്നെ കൂടാതെ +1, +2 സുവോളജി, ഏകജാലകം, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ, പാരാമെഡിക്കൽ കോഴ്സുകളുടെ വിവിധ കോഴ്സുകളെ സ്ഥാപനങ്ങളെ എല്ലാ കാര്യങ്ങളും ആസ് യൂഷ്വൽ നമ്മൾ തുടർന്നുകൊണ്ട് പോകും മുന്നോട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ചാനലിലൂടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടൺ, നമ്മളിപ്പോ പല വെറൈറ്റിയിൽ, അതായത് ഇപ്പൊ ഇതില് സുവോളജി ക്ലാസ് വേണ്ട ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ മാത്സ് ക്ലാസ് വേണ്ടവരായിരിക്കും ഉണ്ടാവുക. അതല്ല പൊതുവെയുള്ള കാര്യങ്ങൾ അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോ എന്താണോ നിങ്ങൾക്ക് ഇത് വേണ്ടത്, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തുറന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഓൾറെഡി ഇപ്പൊ വിക്ടേഴ്സിലൊക്കെ ആ ക്ലാസ് 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പരിചിതമായി കാണുമ്പോൾ ടൈമൊക്കെ എന്ന് കരുതുന്നു. അപ്പൊ ഇത് നമ്മുടെ +2 സുവോളജിയിലെ കുട്ടികൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമേ അല്ല. അത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആക്ച്വലി എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അഡോളസൻസിൽ. നമുക്കറിയാം, അഡോളസൻസ് പറയുമ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞൊരു പ്രായമാണ്. അപ്പൊ അഡോളസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് ഞങ്ങൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുള്ളതാണ്. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഡയറക്ടറേറ്റിന്റെ പ്രോഗ്രാം ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കൊടുക്കാറുള്ളതാണ്. അഡോളസൻസിനെ കുറിച്ച്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, പാരന്റ്സിനുള്ള ക്ലാസ്, അമ്മയെ അറിയാനുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ വർഷം നമുക്കതൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഇതിന്റെ ഭാഗമായിട്ട് +2 സയൻസിലെ കുട്ടികൾക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പൊ ആദ്യം തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. അത് പറഞ്ഞിട്ടുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, കേട്ട് പരിചയം ഉണ്ടാവും അല്ലെ? അപ്പൊ അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, reproductive health means a total well-being in all aspects of reproduction. അപ്പൊ നമുക്ക് തോന്നാം, അതായത് റീപ്രൊഡക്ഷന്റെ എല്ലാ ആസ്പെക്ട്സിലുമുള്ള വെൽ-ബീയിങ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമ്മളിപ്പോ ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കും, അസുഖങ്ങളൊന്നുമില്ല എന്നുള്ളത് മാത്രമാണോ ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായും അല്ല. അതിന് വേറെയും ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ വെൽ-ബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, അതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇനി ആ ആസ്പെക്ട്സ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. ഇതൊക്കെയായിരുന്നു ഫിസിക്കലിന്റെ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ തുടങ്ങിയ എല്ലാ ആസ്പെക്ട്സിലും, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഈ എല്ലാ ആസ്പെക്ട്സിലുമുള്ള വെൽ-ബീയിങ് എന്നോട് വിശദമാക്കി തരാം. ദാറ്റ് ഈസ് ഫിസിക്കൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ സ്ട്രക്ചർ, അത് നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ, ശാരീരികമായ കാര്യങ്ങളിലേക്ക്. ദെൻ ഇമോഷണൽ എന്ന് പറഞ്ഞാല് നമ്മുടെ വൈകാരിക തലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഈ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പറഞ്ഞ ഇമോഷണൽ ആസ്പെക്ട്സുകൾ ഉണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളതും നല്ല രീതിയിലുള്ളതുമായ ഒരു ഇമോഷണൽ ആസ്പെക്റ്റുകളാണ് അവിടെ കാണിക്കേണ്ടത്. ദെൻ ബിഹേവിയറൽ, അതുമായി ബന്ധപ്പെട്ട ബിഹേവിയേഴ്സ്, പെരുമാറ്റങ്ങൾ, അതും എങ്ങനെയായിരിക്കണം? ഓക്കെ ആയിരിക്കണം. ദെൻ സോഷ്യൽ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല. അതിൽ ഈ പറയുന്ന ഇമോഷണൽ ആസ്പെക്ട് ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയർ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പെരുമാറുന്നു,
നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇപ്പോഴത്തെ പോക്കും അവസ്ഥയും ഞാൻ ഈ ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. ഒരു റീപ്രൊഡക്റ്റീവ് ഒരാള് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആണ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആവണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സുകളിലും അവര് വെൽബീയിങ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും നമ്മുടെ സൊസൈറ്റീസ് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റും എത്രത്തോളം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ നമ്മൾ ദിവസം പ്രതി കേൾക്കുന്നുണ്ട് അല്ലെ. അവരുടെ ഇമോഷണൽ ആസ്പെക്ട് ശരിയല്ലാത്ത ആളുകളുണ്ട്, ബിഹേവിയറൽ ആസ്പെക്ടുകൾക്ക് പ്രശ്നമുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാ ആസ്പെക്ട്സിലും പോസിറ്റീവ് ആയിട്ടുള്ള വെൽബീയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വലിയ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. Therefore, a society with people having physically and functionally normal reproductive organ, അതായത് ഫിസിക്കലി കൊണ്ടും അതുപോലെ തന്നെ ഫംഗ്ഷനിങ് കൊണ്ടും നോർമൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇന്ററാക്ഷൻസ് എമംഗ് ദം. ഇമോഷണൽ ആസ്പെക്റ്റിലും ബിഹേവിയറൽ ആസ്പെക്റ്റിലും വൈകാരിക തലത്തിലും പെരുമാറ്റത്തിന്റെ തലത്തിലും നോർമൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കണം. ഇൻ ഓൾ സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്, സെക്സുമായി ബന്ധപ്പെട്ട ചിന്തകളിലും പ്രവർത്തികളിലും വൈകാരിക തലങ്ങളിലും ഒക്കെ എന്തായിരിക്കണം, ഒരു ഹെൽത്തി ആയിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ചിന്തകളും പ്രവർത്തികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് പറയാൻ പറ്റുള്ളൂ, റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കാര്യം പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ വരുന്ന പ്രോബ്ലംസും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട് എന്നുള്ളതുമാണ് അടുത്തൊരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഇപ്പൊ ഇതിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആളുകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നമ്മളിപ്പോ അഡോളസൻസിനെ കുറിച്ച് പറയാൻ കാരണം അഡോളസൻസിന് അല്ലെങ്കിൽ കുട്ടികളിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അവരാണ് അടുത്ത മുതിർന്ന പൗരന്മാരായി തീരാൻ പോകുന്നത്. അപ്പൊ അവരിലേക്ക് ഇങ്ങനെ എത്തി നമുക്കത് മൊത്തത്തിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഫോക്കസ് ഷുഡ് ബി ഗിവൺ ടു ദാറ്റ് അഡോളസൻസ്. അപ്പൊ അതിന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് നമ്മൾ പറയും സ്ട്രാറ്റജീസ്. അപ്പൊ അതില് നമ്മൾ അതിന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്. ഇപ്പൊ ഫാമിലി പ്ലാനിങ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫാമിലി പ്ലാനിങ് എന്നുള്ളത് അത് കുറെ ചെറിയ ഫാമിലികളും കുടുംബാസൂത്രണം എന്നാണ് അതിന്റെ മലയാളം. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് RCH എക്സ്പാൻഡ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ചാപ്റ്റർ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറയാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറ് എന്നുള്ളത്. സോ ഫാമിലി പ്ലാനിങ്, രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് വാരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്, അതായത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ. അപ്പൊ അതിൽ പറഞ്ഞ രീതിയിലുള്ള സെക്ഷൽ ഹൈജീന്, മെൻസ്ട്രൽ ഹൈജീന്, ഫാമിലി പ്ലാനിങ്, യൂസ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ്, ഹൗ ടു കെയർ പ്രഗ്നന്റ് മദർ, പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് ചൈൽഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സുകളെ കുറിച്ച് കൃത്യമായ ധാരണ ആളുകളിൽ ഉണ്ടാക്കുക. ആൻഡ് പ്രൊവൈഡിംഗ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് ഫോർ ബിൽഡിംഗ് അപ്പ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതാണ് ഈ ടാസ്ക് കൊണ്ട്, ഈ പ്രോഗ്രാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. അത് ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് ഷുഡ് ഓൾസോ ബി എൻകറേജ്ഡ്. അതാണ് ഇപ്പോ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു. സൗഹൃദ ക്ലബിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് നമ്മുടെ ഡയറക്ടറേറ്റിന്റെ പ്രോഗ്രാമാണ്. അതിന്റെ കീഴിൽ വരുന്ന ഒരു ക്ലബ്ബാണ് സൗഹൃദ ക്ലബ് എന്ന് പറയും. അപ്പൊ ആ സൗഹൃദ ക്ലബിന്റെ കെയർ ഓഫില് എല്ലാ 1ാം വർഷ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും ക്ലാസ് കൊടുക്കുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തും മെന്റൽ ഹെൽത്തും. ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്നത് ഈ സെക്സ് എഡ്യൂക്കേഷൻ തന്നെയാണ്, ലൈംഗിക വിദ്യാഭ്യാസം. അപ്പോ അത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടൊരു നമ്മൾ കൊടുക്കാറുള്ള ക്ലാസിന്റെ പോലെ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം ഈ വർഷം ആ കുട്ടികൾക്ക് ക്ലാസ് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് സെക്സ് എഡ്യൂക്കേഷന് ലൈംഗിക വിദ്യാഭ്യാസം, അപ്പൊ അത് നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പൊതുവായിട്ട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമുള്ള ഒരു മേഖലയല്ല അത്. പക്ഷെ എന്നാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അത് സ്കൂളുകളിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, സെക്സ് എഡ്യൂക്കേഷൻ ഈസ് നെസസറി ഇൻ സ്കൂൾസ്, ഡു യു എഗ്രി, ജസ്റ്റിഫൈ യുവർ ആൻസർ. ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ ആവശ്യമാണോ? അപ്പൊ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ.
തീർച്ചയായിട്ടും എസ് തന്നെയാണ് അതിന്റെ ഉത്തരം. എന്താണ് അതിന് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തിനാണ് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മിനിമം 4 പോയിന്റ്സ് നിങ്ങൾ എഴുതണം. To provide the right information to the young so as to discourage children from believing myth and having misconceptions about sex related aspects. കേട്ടിട്ട് പേടിക്കേണ്ട, ഇത്രയും. അതായത് നമ്മുടെ കുട്ടികള്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആദ്യമൊക്കെ നമ്മൾ പറയാം അല്ലെ ഒരു 14 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് കൗമാരം തുടങ്ങുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് 10 വയസ്സാകുമ്പോഴേക്കും കൗമാരം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അവർ ഒബ്സർവ് ചെയ്താൽ തന്നെ അറിയാം അവർ വരുന്ന ശാരീരികമായ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോർമോണൽ ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരിൽ ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. ശാരീരിക മാനസിക ചിന്തയിലും പ്രവൃത്തിയിലും രൂപത്തിലും ഒക്കെ മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സുകളെ കുറിച്ച് അറിയാനുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ ചർച്ചകളിൽ അത്തരം വിഷയങ്ങൾ ധാരാളം കടന്നു വരികയും ചെയ്യും. മാത്രമല്ല നമുക്കൊരു ഇതിപ്പോ വേറെ എന്തെങ്കിലും ഒരു സംശയങ്ങളാണെങ്കിൽ കുട്ടി നേരിട്ട് അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ ചേട്ടനോടോ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു ആസ്പെക്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ നടക്കുന്നില്ല. നമ്മുടെ ഒരു സോഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് അല്ലെ, ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഒളിച്ചും പാത്തും കണ്ടെത്തുക എന്ന് പറയുന്ന പോലെ പണ്ടത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ബുക്കുകൾ വായിച്ചിട്ടൊക്കെ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അപക്വമായ വിവരങ്ങളായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം സോഷ്യൽ മീഡിയയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റായ ധാരണകൾ, മിത്തുകളും അന്ധവിശ്വാസങ്ങളും പിന്നെ അതുപോലെ മിസ്കൺസെപ്റ്റ്, തെറ്റിദ്ധാരണകൾ, ഇത് രണ്ടും കുട്ടികളിലേക്ക് വന്ന് നിറയുന്ന ഒരു പ്രായം കൂടിയാണ് ഈ അഡോളസൻസ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അല്ലാതെ കൃത്യമായ ഇൻഫർമേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളുകളിലാകുമ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ, അതായത് ഇതിനെക്കുറിച്ച് ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അപ്പൊ കൃത്യമായ വിവരങ്ങൾ തരാൻ കഴിയുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ വന്നിട്ട് കുട്ടികൾക്ക് വിവരങ്ങൾ കൊടുക്കുന്നതാണോ നല്ലത്, അതോ കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ അവരുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്സോ അവരെ കടം പ്രായം കൂടിയ ആളുകളെ കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് കിട്ടുന്ന വിവരങ്ങളാണോ നല്ലത്? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ റൈറ്റ് ഇൻഫോർമേഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. സെക്സ് റിലേറ്റഡ് ആസ്പെക്റ്റുകളെ കുറിച്ചുള്ള റൈറ്റ് ഇൻഫോർമേഷൻസ് കൊടുക്കുക. അടുത്തത് പ്രോപ്പർ ഇൻഫോർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. കുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രായമാണ് അഡോളസൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും അല്ലെ, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, അടുത്തുള്ള ആൾക്ക് അങ്ങനെയാണോ എന്ന് അറിയില്ല, കൂടെ ഇരിക്കുന്ന ആൾക്ക് അങ്ങനെയാണോ എന്ന് അറിയില്ല, ഇതെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, ഇസ് ഇറ്റ് നോർമൽ, ഇതൊക്കെ കുട്ടികളിൽ വരുന്ന സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻഫോർമേഷൻസ്. അഡോളസൻസ് ആൻഡ് റിലേറ്റഡ് ചേഞ്ചസ്, പെട്ടെന്ന് കുട്ടിക്ക് ശബ്ദം മാറ്റം വരുന്നു, അപ്പൊ ഉടനെ കളിയൊക്കെ പാറപ്പുറത്ത് ചേർത്തിരിക്കുന്നത് എന്തൊരു ശബ്ദമാണ്, കുട്ടിക്ക് കൺഫ്യൂഷനായി. ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ് ഡെവലപ്മെന്റ് അല്ലെ. അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ മീശ വരുന്നു അല്ലെങ്കിൽ താടി വരുന്നു, മസിൽസ് ഒക്കെ നന്നായി ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ വരുന്ന മാറ്റങ്ങൾ, ഓർഗൻസ് നമുക്കറിയാം. അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ പെനിസ് ഇറക്റ്റൈൽ ആകുന്നു, അപ്പൊ കുട്ടിക്ക് തോന്നാം അയ്യോ ഇതെന്തായാലും സംഭവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആസ് പാർട്ട് ഓഫ് ദെയർ ഡെവലപ്മെന്റ്. അപ്പൊ അഡോളസൻസിൽ ഉണ്ടാകുന്ന റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓർഗൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസസ്, സുരക്ഷിതവും അതുപോലെ തന്നെ പിന്നെ ഹൈജീനിക് ആയിട്ടുള്ളതുമായിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസസിനെ കുറിച്ച്. അതുപോലെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് STD. അടുത്ത ക്വസ്റ്റ്യൻ ആവട്ടെ, STD എന്താണുള്ളത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് എന്താ പറയാ എയ്ഡ്സ് എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എയ്ഡ്സ് ഈ പറയുന്ന രീതിയിൽ അല്ലാതെയും പകരാം അല്ലെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പകരുന്നുണ്ട്, യൂസ്ഡ് സിറിഞ്ചസ് വഴി ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ പകരുന്നുണ്ട്. അപ്പൊ നമ്മുടെ STDs എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇത് ലൈംഗിക ബന്ധത്തിലൂടെ തന്നെ അല്ലെങ്കിൽ മാത്രം പകരുന്ന അസുഖങ്ങളാണ് STDs എന്ന് പറയുന്നത്. സോ അൺഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസസ് വഴി പകരുന്ന ഒരു സംഭവമാണത്. പിന്നെ അതുപോലെ എയ്ഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഇത്തരം രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അഡോളസൻസിലുള്ള ഏജ് ഗ്രൂപ്പിന് നമുക്കൊരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി ക്ലാസ് എടുക്കാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ആരോടാണെങ്കിലും നമുക്കത് പറയേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് കൃത്യമായ ഇൻഫോർമേഷൻസ് കൊടുത്തിരിക്കണം. അപ്പൊ 2 മാർക്കും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് എഴുതാം, പ്രൊവൈഡ് റൈറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ആദ്യത്തെ കാര്യം, രണ്ടാമത്തത് ഈ പറഞ്ഞ പോയിന്റ് എഴുതാം. ഇനി മൂന്നാമത്തതായിട്ട്
ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് +2 എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല, ലൈഫ് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ, എസ്പെഷ്യലി ഫെർട്ടൈൽ കപ്പിൾസ് ആൻഡ് ദോസ് ഇൻ മാരേജബിൾ ഏജ് ഗ്രൂപ്പ്സ് അബൌട്ട് അവൈലബിൾ ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്. അതായത് ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെങ്കിലും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്. ഇപ്പൊ എന്താണ് പ്രഗ്നൻസി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലെ. അപ്പൊ നെക്സ്റ്റ് ഇനി പറയുന്നത് ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, എങ്ങനെ നമുക്ക് അവരുടെ ഗർഭനിരോധന മാർഗങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ തീർച്ചയായും അത് വേണ്ടതാണ്. കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു ഫാമിലി പ്ലാനിങ് എന്നുള്ള കാര്യം. എങ്ങനെ കെയർ ഓഫ് പ്രഗ്നന്റ് മദർ ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ ഓഫ് ദി മദർ ആൻഡ് ചൈൽഡ്, പ്രഗ്നന്റ് മദറിനെയും അതുപോലെ തന്നെ ആ പോസ്റ്റ് നാറ്റൽ ഡെലിവറിക്ക് ശേഷം ആ കുട്ടിയെയും അമ്മയെയും എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യം, ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ മെയിൽ ചൈൽഡിനും ഫീമെയിൽ ചൈൽഡിനുമുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവയർനെസ് ഓഫ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇപ്പൊ ഞാൻ നേരത്തെ ഫാമിലി പ്ലാനിങ്ങിന്റെ കോൺട്രസെപ്റ്റീവ്സിന്റെ കാര്യം പറയാൻ കാരണം അൺകൺട്രോൾഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് പോപ്പുലേഷൻ അനിയന്ത്രിതമായിട്ട് കുതിച്ച് റോക്കറ്റ് പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കാം. സോഷ്യൽ ഈവൽസ് ലൈക്ക് സെക്സ് അബ്യൂസ് ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്. അപ്പൊ അത്തരത്തിലുള്ള നമുക്കറിയാം സോഷ്യൽ ഈവൽസിലെ ലൈംഗിക ചൂഷണങ്ങള്, ഈ പറഞ്ഞ അതുപോലത്തെ ക്രൈമുകള് അല്ലെ, നമ്മൾ പറയുന്ന പല പേപ്പറുകളിൽ നമുക്ക് കൃത്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ തന്നെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, അതിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു സെക്സ് റിലേറ്റഡ് ക്രൈമുകൾ കൂടുതലായി നടക്കുന്ന സൊസൈറ്റി എങ്ങനെ ഒരു പ്രത്യേക ഹെൽത്തി സൊസൈറ്റി ആകും? ഒരിക്കലും ആവില്ല അല്ലെ. സെക്സ് അബ്യൂസ് നടക്കുന്നിടത്ത് എങ്ങനെ ഒരു ഹെൽത്തി സൊസൈറ്റിയെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹെൽത്തി സൊസൈറ്റിയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 2 മാർക്കിനായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, സെക്സ് എഡ്യൂക്കേഷൻ ഈസ് നെസസറി ഇൻ സ്കൂൾസ്, ഡു യു എഗ്രി, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിന്റെ എന്താണ് പ്രോപ്പർ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. മിത്തും മിസ്കൺസെപ്റ്റുകളും ഒഴിവാക്കാന്, STDകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാന്, പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാന്, അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാന്, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതില് പോയിന്റ്സുകളായിട്ട് ഉൾപ്പെടുത്താം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, മറന്നുപോകേണ്ട. ആംനിയോസെന്റസിസ്, ഇത് നമുക്ക് ഒരു കേട്ട ശീലം ഉണ്ടായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ വരാറ്, ഞാൻ പറയാം എങ്ങനെയാണുള്ളത്. അപ്പൊ ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാല് some of the amniotic fluid of the developing fetus is taken to analyze the fetal cells and disorder substance. This procedure is used to test for the presence of certain genetic disorders such as Down syndrome, hemophilia, sickle cell anemia, etc. അതായത് നമുക്കറിയാം ചില അസുഖങ്ങളൊക്കെ നമ്മൾ പറയും പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങളാണ് അല്ലെ. ഹീമോഫീലിയ, അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം, പിന്നെ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല അസുഖങ്ങളോടുണ്ട് ജനറ്റിക് പാരമ്പര്യമായിട്ട് വരുന്നത്. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി കൂടിയ ആ ഫാമിലിയിൽ കുറെ ആളുകൾക്ക് അത്തരം അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും പുതിയൊരു കുട്ടി അവിടുത്തെ ഒരു ലേഡി പ്രഗ്നന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, കുട്ടിക്ക് കുഴപ്പമുണ്ടാവുമെന്ന്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറും ആ ഒരു സംശയത്തിൽ എന്ത് ചെയ്യാം, അതുണ്ടോ എന്നുള്ളത് നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്കറിയാം ജനിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്, കുട്ടിക്കും അത് തന്നെയാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആംനിയോട്ടിക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്. അതായത് ആ ഗർഭസ്ഥ ശിശുവിന് ചുറ്റും കാണുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. അതായത് ഈ ജർക്കുകള്, ഷോക്കുകള്, അതിൽ നിന്നെല്ലാം കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്. അപ്പൊ ആ ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ. അതാണ് സം ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് ദി ഡെവലപ്പിംഗ് ഫീറ്റസ് ഈസ് ടേക്കൺ ഇൻ ടു അനലൈസ് ദ ഫീറ്റൽ സെൽസ്. അപ്പൊ അതിന് നമുക്ക് ആ കുട്ടിയുടെ നമുക്ക് ആ ക്രോമസോമുകളിലൊക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ആക്ച്വലി ആംനിയോസെന്റസിസ് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം എന്താണ്, എന്തൊരു കാര്യം കണ്ടെത്തിയാലും നമ്മൾ അതിന് ദുരുപയോഗം ചെയ്യാണ് ചെയ്യുക അല്ലെ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് കുട്ടിയുടെ സെക്സ് അറിയാൻ ഉപയോഗിക്കുന്നു. കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കാനും പെൺകുഞ്ഞാണെങ്കിൽ അതിനെ ഭ്രൂണാവസ്ഥയിൽ തന്നെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയതോടുകൂടി തന്നെ
അതിനെ നിയമപരമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ആംനിയോസെന്റസിസ്, അതായത് ഈ ആംനിയോസെന്റസിസിനെ ആ ഒരു ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാൻ എത്തിച്ചാൽ അതായത് ഇല്ലീഗലായിട്ട് അതിനെ യൂസ് ചെയ്യാം, ഈ പറഞ്ഞ സെക്സ് കണ്ടുപിടിക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ചോദിക്കും സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ആംനിയോസെന്റസിസ് അല്ലെങ്കിൽ ആംനിയോസെന്റസിസ് ഇസ് ലീഗലി ബാൻഡ് അങ്ങനെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. 1 or 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ആംനിയോസെന്റസിസ് എന്തിന്? ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ, ടു ലീഗലി ചെക്ക് ഇൻക്രീസിംഗ് മെനാക് ഓഫ് ഫീമെയിൽ ഫെറ്റിസൈഡ്സ്, മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ എക്സെട്ര. അതായത് ഈ പറഞ്ഞ രീതിയിൽ സെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംനിയോസെന്റസിസ് ചെയ്യുന്നതിനെ ബാൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ അതിന്റെ കൂടെ പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ടു ഡിറ്റർമൈൻ ദ സെക്സ്. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്. പെൺകുട്ടിയാണെങ്കിൽ അതിനെ ഫീറ്റസ് ആകുമ്പോൾ തന്നെ കൊന്നു കളയുക, അതാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്നുള്ള ഒരു പ്രശ്നം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും സെക്സ് അങ്ങനെ ഇപ്പൊ നമുക്കറിയാം. നിങ്ങൾ ആലോചിക്കണ്ടാവും സെക്സ് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് സ്കാൻ ചെയ്താൽ പോലെയെന്ന്. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിന്റെ ആ റൂമിന്റെ പരിസരങ്ങളിലും അതുപോലെ തന്നെ സ്കാനിങ് റൂമിന്റെ മുന്നുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യം കാണാം. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം ഇവിടെ നടത്തുന്നതല്ല. അതായത് നമുക്കറിയാം 3-ാം മാസം 6-ാം മാസം ഒക്കെ സ്കാനിങ് പറയാറുണ്ട് അല്ലെ. പക്ഷെ ആ സ്കാനിങ് 3-ാം മാസത്തിലൊക്കെ സ്കാനിങ് കഴിയുമ്പോഴേക്കും ഡോക്ടർക്ക് അറിയാൻ പറ്റും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മളത് ചോദിക്കാനും പാടില്ല, ഡോക്ടേഴ്സ് അത് പറയാനും പാടില്ല. അത് നിയമപരമായിട്ട് കുറ്റകരമാണ്. അപ്പൊ അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലീഗലായിട്ട് ബാൻ അല്ലെങ്കിൽ അതിനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. Better awareness about sex-related matters, increased number of medically assisted deliveries and better postnatal care. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ചെറിയ ഫാമിലീസിന്റെ പ്രാധാന്യം, STDs എങ്ങനെ നമുക്ക് വരാതെ നോക്കാം, പിന്നെ നമ്മുടെ ഇൻക്രീസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? വാട്ട് ആർ ദ റീസൺസ് ആൻഡ് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ടു പ്രിവെന്റ് ഇറ്റ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പൊ അതില് റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റിൽ കുറവുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആട്രിബ്യൂട്ടഡ് ടു മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ കൂടുതൽ ഡെവലപ്മെന്റോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഡെത്ത് റേറ്റിൽ കുറവ് സംഭവിച്ചു. അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി, പണ്ടൊക്കെ പ്രസവത്തോടനുബന്ധിച്ചിട്ടുള്ള അമ്മമാരുടെ മരണവും കുട്ടികളുടെ മരണവും ഒക്കെ കൂടുതലായിരുന്നു. അതാണ് MMR-ഉം IMR-ഉം. അപ്പൊ അത് രണ്ടിലും കുറവ് സംഭവിച്ചു. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഇന്ത്യനെയൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകളുടെ നമ്പർ കൂടുതലാണ്. ഒരുപാട് വയസ്സായി റീപ്രൊഡക്ഷണൽ കപ്പാസിറ്റി കുറഞ്ഞ ആളുകളോ അതെത്താത്ത ആളുകളോ അല്ല. ഇന്ത്യയിൽ നമുക്ക് 3 കാറ്റഗറിയാണ്. പ്രീ റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അതിൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പൊ അതും ജനസംഖ്യ വർധനവിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഡെത്ത് റേറ്റിലുണ്ടായ കുറവ്, മെറ്റേണൽ മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റിയിലുണ്ടായ കുറവ്, ഇതെല്ലാം പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമാകുന്നു. അപ്പോ വാട്ട് ആർ ദി സ്റ്റെപ്സ്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും സ്മോൾ ഫാമിലീസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആളുകൾക്ക് ഉണ്ടാക്കുക. ചെറിയ ഫാമിലിയിലെ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, നമുക്ക് 2 കുറെ സ്ലോഗൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ ഫാമിലീസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആളുകൾക്ക് ബോധവൽക്കരിക്കുക. തീർച്ചയായിട്ടും കുറെ ആളുകൾക്കെങ്കിലും കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ഫാമിലീസ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായും കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മള് മാരേജബിൾ ഏജ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണല്ലേ. പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സും ആൺകുട്ടിയാണെങ്കിൽ 21 വയസ്സെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ആൺകുട്ടികളെ കുറച്ചും കൂടെ കൂട്ടാൻ പോവാണ്. അപ്പൊ അതിന് കാരണം എന്താണ്? ഈ 13-14 വയസ്സിൽ കല്യാണം കഴിക്കുന്ന മാരേജ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നീട് അവർക്കൊരു 10-25ഓളം വർഷങ്ങൾ അവരെവിടെ നിൽക്കുകയാണ്? റീപ്രൊഡക്റ്റീവ് ഏജിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മാരേജബിൾ ഏജ് ഉയർത്തുക, മെയിലിന്റെ ഫിമെയിലിന്റെ. സ്മോൾ ഫാമിലീസിന് എന്തെങ്കിലും ഇൻസെന്റീവ്സിലെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് കൃത്യമായിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? നമ്മൾ ഒരുപാട് മക്കളുണ്ടായി അവരെ ഒന്നും പ്രോപ്പറായി നോക്കാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മക്കളോട് നമ്മൾ ചെയ്യുന്ന ദുഷ്ക്രൂരതയാണ് അല്ലെ. അപ്പൊ 1-2 പിള്ളേരാണെങ്കിൽ അവരെ നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത് നന്നായി വളർത്തിക്കൊണ്ട് വരാൻ പറ്റുക എന്നുള്ളത്
ഇപ്പൊ പല പല കുട്ടികളും വഴിതെറ്റി പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ വീട്ടിൽ നിന്നുള്ള പ്രോപ്പർ കെയർ കിട്ടാത്തതാണ് എന്നുള്ളത്. അത് വേറൊരു വലിയൊരു ഏരിയയാണ്. അപ്പോ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ്. അതായത് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ പ്രൈമറി ഫുഡ്, ഷെൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സ്കിൽസിറ്റി ഉണ്ടാവുന്നുണ്ട്. പിന്നെ പകർച്ചവ്യാധികൾ, ജനസംഖ്യ കൂടുമ്പോൾ പകർച്ചവ്യാധികളൊക്കെ പകർന്നു പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ബോധവാന്മാരാക്കുക. ചെറിയ ഫാമിലി, എങ്ങനെ ചെറിയ ഫാമിലിയുടെ എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് വെച്ച് ബോധവാന്മാരാക്കുക. ഫാമിലി പ്ലാനിംഗ് മെഷേഴ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. മാരേജബിൾ ഏജ് കൂട്ടുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ചെറിയ ഫാമിലികൾക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനെതിരെ ചെയ്യാൻ പറ്റുക. സോ ഞാനിവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഒന്ന് സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരും, പിന്നെ ആംനിയോസെറ്റസിന്റെ ഒരു ക്വസ്റ്റ്യൻ വരും, മൂന്നാമത്തത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള കാര്യങ്ങളും അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും 4 പറഞ്ഞു. പിന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ ഭാഗത്ത് പറഞ്ഞ RCH 2 സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ 2 പ്രോഗ്രാംസുകൾ ചോദിക്കും. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് ഫാമിലി പ്ലാനിങ്, മറ്റൊന്ന് RCH. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ. ഇങ്ങനെ നമുക്ക് സംസാരിച്ചു പോകാനുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം ഒരു സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുള്ള ഒരു ഏരിയയാണ്. അതായത് വൈഡായിട്ടൊരു ഡിസ്കഷൻ ഒക്കെ ഡിബേറ്റ് ഒക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഏരിയയാണ്. പക്ഷെ എന്തായാലും ഞാനത് ഈ രീതിയിൽ പറഞ്ഞിട്ട് ആ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് നമുക്ക് കോൺട്രസെപ്റ്റീവ്സ് എന്നുള്ള ഭാഗമാണ് സെക്കൻഡ് പാർട്ടില്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഭാഗം നമുക്ക് കവർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ആൻസർ ചെയ്യാം. അപ്പോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.